എടി മോളിക്കുട്ടി, ഞാൻ നീ ഇവിടെ ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാ. ഞാനുണ്ടല്ലോ നമ്മളെ പറയാ ബെന്നിയുടെ മോളുടെ കല്യാണം കണ്ടായില്ലേ ഈ കഴിഞ്ഞ. ഞാൻ അന്നേ വന്ന് പറയണമെന്ന് വിചാരിച്ചാ മതി. പെണ്ണും ചേർക്കൻ ഒരു ചേർച്ചയില്ല. ഇങ്ങനെയുണ്ടോ കല്യാണം അറിയുന്ന ഒരുമാതിരി എന്നതാ പറയുന്നത്, ഒരുമാതിരി അലമ്പ് പിടിച്ച് ആൾക്കാരും ഇല്ല. ഫുഡാണെങ്കിലും വാക്യം പോലില്ല. ആ പെണ്ണെ അവിടെ കണ്ടാണ് ഒളിച്ചോടിയൊക്കെ കേട്ടെ. എന്റെ പോലെ എനിക്ക് ബെന്നിയുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ചാനലിൽ പറഞ്ഞു വിട്ടത് ചേ വന്നിട്ട് അങ്ങനെയൊന്നും അല്ല പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്നാണ്. പിന്നെ ആണ് അങ്ങനെ നോക്കത്തൊന്നും പെണ്ണു അന്വേഷിക്കുന്നു. അതുകൊണ്ടായിരിക്കും ചാനൊന്നും പറയാത്തത്. ആണുങ്ങളല്ലേ എന്നെ കാണിക്കാൻ വല്ല രണ്ടെണ്ണം വീശാൻ പിന്നെ വല്ലതും കഴിക്കാനല്ലോ വരുന്നുള്ളൂ. എന്റെ പൊന്നു മോളിക്കുട്ടി നീ കേൾക്കണം. ആ പെണ്ണിന്റെ കുട്ടി എന്നെ കുട്ടിയാണെന്നറിയോ? എടി ആ ചെറുക്കനുണ്ട് ഒരു ചേർച്ചയില്ലടി. ആണോ? ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ കല്യാണത്തിന് കണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് അത്ര വൃത്തിയോടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആ ചേട്ടൻ ഒരുപാട് വലിയ കൊമ്പത്തെ ചെറുക്കെന്നാണ് പറഞ്ഞത്. ആ പെണ്ണിയുടെ മോളല്ലേ, അവള് പണ്ടേ കേട്ടക്കാരിയായിരുന്നു. അല്ലെങ്കിൽ ഇത്ര വലിയ കൊമ്പത്തെ പിടിക്കുമായിരുന്നോ? പിന്നെ ബിസിനസ്സും ഒക്കെ പിന്നെ വെറുതെ പറയുന്നടി. ബിസിനസ് ഒന്നും അല്ല, ചുമ്മാ വെറും ഫാക്ടറിയിലൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ആയിരിക്കും. എന്നാ പറഞ്ഞത് എന്റെ ചെറുക്കനും പെണ്ണും അവരൊക്കെ ഇപ്പൊ ഓസ്ട്രേലിയ അല്ലയോ, അവിടെ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ആർഭാടമായിട്ടല്ലേ അവര് ജീവിക്കുന്നത്. അത് പറഞ്ഞതാ. ഒരു കഴിഞ്ഞ ദിവസം ഞാനേ ആ ലീലനും പണിക്ക് നോക്കി. ഈ പറമ്പ് മൊത്തം കാട് പിടിച്ച് കിടക്കുക, നല്ല പാമ്പ്. അപ്പൊ അവൾ പണിക്ക് വന്നപ്പോഴാണ് പറഞ്ഞത്, നിന്റെ മോനും ഏത് വഴക്കാണോ, ഡിവോഴ്സ് ആണോ, ബന്ധം പിടിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞത്. ഇത് വരെ കാണുന്നുണ്ടോ? നിന്റെ കാണുന്നു ചോദ്യം ചോദിക്കുന്നുണ്ടോ? കുറച്ചു ദിവസമായി. ലീലല്ലേ പറഞ്ഞാ? നിനക്കറിയില്ലേ അവള് പണ്ടേ വരുന്നറിയാലോ. എന്റെ കൊച്ചു പിള്ളേർ തമ്മിൽ അവനൊന്നുമില്ല. എടി ഈ കഴിഞ്ഞ ദിവസം എന്തോ ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങൾ ഉണക്കുണ്ടാക്കി. ഇതി മുമ്പ് ആ ലീല ഇച്ചിരി കണ്ടാൽ മതിയല്ലോ, പിന്നെ അവള് വലുതാക്കൂലോ. എന്നാ പറയാനോ? എന്റെ പൊന്നിൽ ലീല വന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. അവൾ ഇതിലൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം എനിക്കറിയാൻ പറ്റും, അച്ഛൻ്റെ പെങ്ങളുടെ മകൾ അഡ്വക്കേറ്റ് തന്നെ. അവൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ പറഞ്ഞത്, നിന്റെ മകളും മകനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. നിന്നോടൊന്നും പറഞ്ഞില്ലേ? ഇനി നിന്നെ അറിയിക്കാതെ വെച്ചതാണോ? ഈ എടി അതൊക്കെ ചുമ്മാ പിള്ളേര് തമ്മിൽ കാണിക്കുന്നല്ലേ. അവരെ അമ്മ ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞ് ഉണക്കമുണ്ട്. പിന്നെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും അഡ്വക്കേറ്റിനെ വിളിച്ചതേ ഉള്ളൂ. അത് നിന്റെ അച്ചായന്റെ പെങ്ങളെ മോനൊക്കെ ആണെന്ന് നമ്മൾ അറിഞ്ഞില്ല. എന്നാ പറയാ, അച്ചായനപ്പം വിളിക്കുന്നു എനിക്ക് തോന്നുന്നത്. വേറെ ചെല്ലെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഇത് പറയാൻ വേണ്ടി വന്നാ ഞാൻ പോവാ.